നരിവേട്ട സിനിമയെ പ്രശംസിച്ചതിന്റെ പേരിൽ നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി മുൻ മാനേജർ എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വന്നിരുന്നു. പ്രൊഫഷണൽ മാനേജർ വിപിൻ കുമാർ എന്ന വ്യക്തിയാണ് ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത്. വിപിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നുവെന്നും ഇത് ഇഷ്ടപ്പെടാതിരുന്ന നടൻ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. കാക്കനാട്ടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നും വിപിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. പുള്ളിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. മാർഗോയ്ക്ക് ശേഷം നല്ല പടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ടു. ഈ ഫ്രസ്ട്രേഷനൊക്കെ ആരുടെയെങ്കിലും ദേഹത്ത് തീർക്കണമല്ലോ. ആളുടെ എല്ലാ ഫ്രസ്ട്രേഷനും എനിക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ. അതിനൊരു പരിധിയുണ്ട്. 18 വർഷമായി സിനിമാ മേഖലയിൽ ഉള്ള ആളാണ് ഞാൻ. പല പടങ്ങൾക്കും PR ചെയ്തിട്ടുമുണ്ട്. ഈ അടുത്ത് നരിവേട്ട എന്ന സിനിമയ്ക്ക് PR ചെയ്തിരുന്നു. അതിനെ പ്രശംസിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അദ്ദേഹത്തിന് പിടിച്ചില്ല. മാനേജർ പരിപാടി വേണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നെ ഫോണിൽ വിളിച്ച് നേരിട്ട് കാണാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് പാർക്കിങ്ങിൽ എന്താണ് എന്നെ ചെയ്തതെന്ന് പുറത്തു പറയുന്നതിൽ നിയമപരമായ തടസ്സമുണ്ട്. ഫെഫ്കയിലും അമ്മയിലും ഞാൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുമുണ്ട് എന്ന് വിപിൻ കുമാർ പറഞ്ഞു. അതേസമയം ഉണ്ണി മുകുന്ദൻ ഈ വിഷയത്തിൽ ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഒരു സുഹൃത്തിനെ പോലെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് വിപിൻ കുമാർ. അപവാദം പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചു. CCTV ക്യാമറ ഉള്ളിടത്താണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തന്ത്രപ്പാടിലാണ് അയാളിപ്പോൾ. നരിവേട്ട സിനിമയ്ക്കെതിരെ താൻ രംഗത്ത് വന്നെന്ന് പറഞ്ഞത് ടൊവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള പ്രൊപഗണ്ടയാണ്. ടൊവിനോയെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി കഴിഞ്ഞു.